السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ബാബു മാ അലൽ ഇമാമി, ഇമാമിനുള്ള ചില കടമകൾ, അതായത് മൗമൂമിങ്ങളെ മുറാഅത്ത് ചെയ്യണം. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ വയ്യാത്തോലും വയസ്സായോലും ധൃതിയുള്ളവരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെ പരിഗണിച്ചുകൊണ്ടാണ് ഇമാമ് നിസ്കരിക്കേണ്ടത് എന്നത് സംബന്ധമായ വിഷയങ്ങൾ പറയുന്ന ബാബാണ് ഹദീസ് നമ്പർ 1129. الفصل الأول عن أنس رضي الله تعالى عنه وعنهم أنه قال ما صليت وراء إمام قط, ഒരൊറ്റ ഇമാമിന്റെയും പിന്നിൽ ഞാൻ നിസ്കരിച്ചിട്ടില്ല. അഖഫ സ്വലാത്തൻ, നിസ്കാരത്താൽ ഏറ്റവും ലഘുവായതായിട്ടും, വലാ അതമ്മ സ്വലാത്തൻ, എന്നാൽ പൂർണ്ണമായ നിസ്കാരം ആയിട്ടും. എന്ന് പറഞ്ഞാൽ തഖ്ഫീഫ് ചെയ്യണം, ലഘുവാക്കണം എന്നതുകൊണ്ട് മാത്രം നിസ്കാരം പൗതിയാക്കണം എന്നല്ല. അതിന്റെ സുന്നത്തുകളും മക്കളായ സുന്നത്തുകളും ആദാബുകളും ഒക്കെ പാലിച്ചുകൊണ്ട് അധികം ദീർഘിപ്പിക്കാതെയുള്ള തഖ്ഫീഫാണ് ഉദ്ദേശം. നിസ്കാരം വളരെ ലഘുവായിരിക്കും, അതോടുകൂടി എല്ലാ സുന്നത്തുകളും ആദാബുകളും പാലിച്ചുകൊണ്ടുമായിരിക്കും. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്ഫീഫ് ചെയ്തിരുന്നു. വഇൻ കാന, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു ലയസ്മഉ ബുക്കാഅ സ്വബിയ്യി, പിന്നിൽ നിന്ന് ചെറിയ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കും. ഫയുഖഫിഫു, അപ്പൊ നിസ്കാരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഘുവാക്കും. മഖാഫത്ത അൻ തുഫ്തന ഉമ്മുഹു, ഈ കരയുന്ന കുഞ്ഞിന്റെ ഉമ്മ കുട്ടിയുടെ വിഷമവും പ്രയാസവും കാരണം കുട്ടിന്റെ ഭാഗത്തേക്ക് ഉമ്മാന്റെ കൽബ് ഷോലായിട്ട് നിസ്കാരത്തിൽ ഫിത്നയായി പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട്. മുത്തമക്കുനരി ഇപ്പോ പെണ്ണുങ്ങൾ ജമാഅത്തിന് വരാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാഅത്തിൽ പെണ്ണുങ്ങൾ പങ്കെടുത്തു എന്നല്ലേ പറയുന്നത്. ഇനി ആരാപ്പല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാഅത്തിൽ സ്ത്രീകൾ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ആരും അങ്ങനെ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്നിട്ടാണല്ലോ പരസ്യമായ ജമാഅത്ത് തുടങ്ങിയത്. അങ്ങനെ ആദ്യഘട്ടത്തിലൊക്കെ മുസ്ലിംകളുടെ അംഗസംഖ്യവും സംഘടനാബലവും ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ട് മുസ്ലിംകളുടെ ശക്തിയും അവരുടെ അംഗബലവും കണ്ട് മനസ്സിലാക്കാൻ എന്ന ഉദ്ദേശത്തോടുകൂടി അന്ന് സ്ത്രീകൾ വന്നിരുന്നു. പലരും, എല്ലാവരും എന്നല്ല, പലരും വന്നിരുന്നു. അതിനെ തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുമില്ല ആദ്യത്തിൽ. പിന്നീട് മുസ്ലിംകൾ ധാരാളമാവുകയും അവിടെ ആരെയും അംഗബലം കാണിക്കേണ്ട ആവശ്യമില്ലാതെയും വന്ന ഒരു സാഹചര്യത്തിലും പിന്നെ നിയമങ്ങൾ, ഇസ്ലാമിന്റെ നിയമങ്ങൾ അങ്ങനെയാണ്, ഒന്നിനു പുറകെ ഒന്നായി പുതിയ പുതിയ നിയമങ്ങൾ വരും. അങ്ങനെ ഹിജാബിന്റെ ആയത്തിറങ്ങി, ഹിജ 7-ാം വർഷത്തിലേറ്റ്. അതിന്റെ ശേഷമാണ് ഈ പങ്കെടുത്തുകൊണ്ട് അന്യപുരുഷന്മാരും സ്ത്രീകളും പങ്കെടുക്കുന്ന സ്ഥലത്ത് അങ്ങനെയുള്ളൊരു കൂട്ടായ ജമാഅത്ത് വേണ്ട, സ്ത്രീകൾ വീട്ടിലിരുന്ന് നിസ്കരിക്കട്ടെ, അവർ ജുമാക്ക് വരേണ്ടതില്ല, അവർ ജമാഅത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിയമം വന്നത്. അതിനു മുമ്പ് അങ്ങനെ വന്നിട്ട് ഞാൻ ആർക്കും അഭിപ്രായമില്ല. അപ്പോ ഉമ്മ കുട്ടി കരയുമ്പോൾ ഉമ്മാക്ക് നേരിടുന്നൊരു മാനസിക വിഷമം വരെ പരിഗണിച്ചുകൊണ്ട് നിസ്കാരം ലഘുവാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ഹദീസിനെ തങ്ങൾ പറയുന്നത് വേറുണ്ട്. ഇത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗല, ഞാൻ നിസ്കാരത്തിൽ അഴിഞ്ഞു വരും, ഞാൻ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ കുറച്ചൊന്ന് നീട്ടി നിസ്കരിക്കണം എന്ന് ഉദ്ദേശമുണ്ടായിരിക്കും. പക്ഷേ അതിന്റെ ഇടക്ക് കാണാൻ ചിലപ്പോൾ കുട്ടികൾ വെക്കുന്ന കരയുന്നേക്കാം. അപ്പൊ ഞാൻ കുട്ടിന്റെ ഉമ്മാക്ക് വിഷമാണ്ടെന്നുള്ളതൊക്കെ ഞാൻ ലഘുവാക്കും എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ഉദ്ദേശം ഒരു കുട്ടികളുടെ വിഷയം മാത്രമല്ല, ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മൗമൂമിങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പരിഗണിച്ചുകൊണ്ട്, എന്നാൽ സുന്നത്തുകളൊന്നും ഒഴിവാക്കാതെ നിസ്കാരം കുറച്ച് നിസ്കരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പറ്റ തിരക്കൂട്ടി ലഘുവാക്കും വേണ്ട,
വല്ലാതെ ദീർഘിപ്പിച്ച് വിഷമിപ്പിക്കും വേണ്ട, ഒരു മുത്തവസ്സിത്തായ നിലക്കാണ് ഇമാമ് നിസ്കരിക്കേണ്ടത്. ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇമാം ബുഖാരി 708 നമ്പറായിട്ടും ഇമാം മുസ്ലിം 190 469 നമ്പറായിട്ടും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് 1130. عن أبي قتادة رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, മറ്റേ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാ, ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്തി, ഞാൻ നിസ്കാരത്തിൽ പ്രവേശിക്കും, തുടങ്ങും, വഅന ഉരീദു ഇത്താലതഹ, അല്പം ദീർഘിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് തുടങ്ങുക, ഫഅസ്മഉ ബുക്കാ സ്വബി, ഇതിപ്പോ നിസ്കാരത്തിലുള്ള പെണ്ണുങ്ങളെന്നോ ജമാഅത്തുകളോ ഒന്നുമില്ല, ആയിക്കോട്ടെ, അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല എന്നർത്ഥം. കുട്ടികളുടെ ചെറിയ മക്കളുടെ കരച്ചിൽ കേൾക്കുമ്പം ഫഅതവജ്ജവസു ഫീ സ്വലാത്തി, നിസ്കാരത്തിൽ ഞാൻ വേഗം വിട്ടുകിടക്കും. എന്തിനാൽ മിമ്മ അഅലമു, എനിക്കറിയാവുന്നതിനാൽ. എന്താണ് അറിയാവുന്നത്? മിൻ ശിദ്ദത്തി വജ്ദി ഉമ്മിഹി മിൻ ബുക്കാഇഹി, കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ഉമ്മമാർക്ക് വലിയ മാനസികമായ പ്രയാസം ഉണ്ടാവും. കാരണം നിസ്കാരത്തിലുമല്ലേ, സമാധാനിപ്പിക്കാൻ കഴിയൂലല്ലോ. അപ്പോ ഉമ്മക്ക് വിഷമം വരണ്ട എന്നുള്ള എനിക്ക് നിസ്കാരം ഞാൻ പെട്ടെന്ന് വേഗത്തിൽ തീർക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് ചെറുതെന്ന് തോന്നുന്ന വിഷയങ്ങൾ വരെ മൗമൂമിങ്ങളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പരിഗണിച്ചിരുന്നു. അതുകൊണ്ട് ഇമാമിങ്ങൾ അക്കാര്യം പരിഗണിക്കണം, മൗമൂമിങ്ങളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നിസ്കാരം. എന്നിട്ട് സുന്നത്തുകളൊന്നും എടുക്കണ്ട എന്നതിനർത്ഥം ഇല്ലതാണ്. ദീർഘിപ്പിച്ച് വിഷമിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത്. ഇമാം ബുഖാരി 709 നമ്പറായിട്ട് റിവായത്ത് ചെയ്ത ഹദീസാണ്. 1131 عن أبي هريرة رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم إذا صلى أحدكم للناس, നിങ്ങൾ ആരെങ്കിലും ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയുഖഫിഫ്, അവൻ നിസ്കാരത്തെ ലഘുവാക്കിക്കൊള്ളട്ടെ. കാരണം എന്തുകൊണ്ട്? ഫഇന്ന ഫീഹിം, മൗമൂമിങ്ങളായ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, അസ്സഖീമു, രോഗികളുണ്ടായിരിക്കും, വല്ലഈഫു, ആരോഗ്യം കുറഞ്ഞവരുണ്ടായിരിക്കും, വൽ കബീറ, ഫഇന്ന ഫീഹിം അസ്സഖീമ വല്ലഈഫ വൽ കബീറ, വയസ്സന്മാരുണ്ടായിരിക്കാം. ഇനി വേറെ റിവായത്തിലുണ്ട് വൽ ഹാജാൻ, അത്യാവശ്യം ഉള്ളവരും ഉണ്ടായിരിക്കാം. ഇങ്ങനെ അതേ സമയത്ത് ഇദാ സ്വല്ലാ അഹദുക്കും ലിനഫ്സിഹി, നിങ്ങളാരെങ്കിലും ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലോ ഫല്യുതവിൽ മാഷാ, എല്ലാ സുന്നത്തുകളും ആദാബുകളും പൂർത്തിയാക്കി ഇഷ്ടം പോലെ ദീർഘിപ്പിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ആരോടും ബജിനെ പറയണ്ടല്ലോ, അവനാന്റെ സൗകര്യം പോലെ. നമ്മൾ നേരെ മറിച്ചാണ് മാത്രം. ഇമാമാർക്ക് നിന്ന് ജമാഅത്തായിട്ട് കേൾക്കുമ്പോൾ കുറച്ചല്ലോ നീട്ടി, ഒറ്റക്കാണെങ്കിലോ ഒരു പോക്ക, അങ്ങനെയല്ല വേണ്ടത് എന്നർത്ഥം. ഇവിടെയൊക്കെ ഇത്രേ ഉദ്ദേശമുള്ളൂ. ജനങ്ങളിൽ അത്യാവശ്യക്കാരുണ്ടാവും, അതുപോലെ യാത്രക്കാരുണ്ടാവും, രോഗികളുണ്ടാവും, ആരോഗ്യമില്ലാത്ത ആളുകളുണ്ടാവും, വയസ്സായവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവരൊക്കെ പരിഗണിച്ച് ഒരു മുത്തവസ്സിത്തായ നിലക്ക്, എന്നിട്ട് അമിത സ്പീഡ് വേണമെന്നല്ല, മുത്തവസ്സിത്തായ നിലക്ക് നിസ്കരിക്കണം, അധികം ദീർഘിപ്പിക്കരുത്. ഇമാം ബുഖാരിന്റെ 703 നമ്പർ ഹദീസാണത്. ഇമാം മുസ്ലിം 183 467 1132. عن قيس بن حازم رضي الله قيس بن أبي حازم رضي الله عنه قال قيس بن أبي حازم പറയാ أخبرني أبو مسعود, സഹാബാക്കളിൽപ്പെട്ട മഹാനായ അബൂ മസ്ഊദ് ബദരി തങ്ങൾ ഒരിക്കലോട് പറയാണ്, അന്ന റജുലൻ ഖാല, ഒരു സഹാബി തന്നെ വന്നിട്ട് പറയാണ്, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായിട്ടുള്ളവരെ, ഇന്നി ലഅതഅഖറു, ഞാൻ പിന്തി നിൽക്കുകയ്യ, അൻ സ്വലാത്തിൽ ഗദാത്തി, സുബഹിസ്കരിക്കാൻ സുബഹി ജമാഅത്തിന് പങ്കെടുക്കാതെ മാറി നിൽക്കും. എന്താ കാരണം അറിയോ? മിൻ അജ്ലി ഫുലാനിൻ, ഇന്ന ആള്, ആളെ പേര് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പറയാതെന്നാ, ഇന്ന ആള് കാരണം എന്നാ മൂപ്പര ഇമാമ്. എന്താ മൂപ്പര അവസ്ഥ അറിയോ? മിമ്മ യുത്തീലു ബിനാ, അദ്ദേഹമാണ് ഇമാമ് നിന്നാല് വല്ലാതെ ദീർഘിപ്പിക്കുക,
സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഫമാറ ഐതു അബൂ മസ്ഊദ് പറയാ, ഞാൻ കണ്ടിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫീ മൗഇദത്തിൻ ഒരു വഅദിലും അശദ്ദ ഗളബൻ മിൻഹു യൗമൈദിൻ, അന്ന് ദിവസത്തെ വഅദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോപിച്ചതുപോലെ കോപത്തോടു കൂടി വഅദ് പറഞ്ഞ സംഭവം എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ വളരെ കോപത്തോടു കൂടി അന്ന് സംസാരം. സുമ്മക്കാല, എന്നിട്ട് അവസാനം പറയാ, ഇന്ന മിൻകും മുനഫിരീൻ, നിങ്ങളെ കൂട്ടത്തിൽ ജനങ്ങളെ ദീനിൽ നിന്നിട്ട് വെറുപ്പിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ പലരുമല്ലേ, പല അവസ്ഥക്കാരല്ലേ, ഓലെ വിഷമിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഫയ്യുക്കും മാസല്ലാബിന്ന, നിങ്ങളിൽ ആരാണോ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുന്നത് എങ്കിൽ ഫല്യതജവ്വസ്, അവൻ നിസ്കാരത്തെ വേഗം വിട്ടുകടത്തിക്കൊള്ളണം. ഫഇന്ന ഫീഹി മുദ്വായിഫ, കാരണം ജനങ്ങളുടെ കൂട്ടത്തിൽ ആരോഗ്യം കുറഞ്ഞ ആളുകളുണ്ടാവും, വൽ കബീറ, വയസ്സായ ആളുകളുണ്ടാവും, വദൽ ഹാജ, അവിടെ അതുകൂടി പറഞ്ഞു. ഓരോ അത്യാവശ്യത്തിനും അവിടെ പോകാൻ, ഇവിടെ പോകാൻ, ഒരാളെ കാണാൻ, അങ്ങോട്ട് വരാൻ, അതെടുക്കാൻ പലരും ഉണ്ടാവും. അവരിലൊക്കെ കൽബ് വിഷമിച്ചു പോവും ദീർഘമായി സ്കെച്ച. അപ്പോ അള്ളാഹുവിന്റെ ഇബാദത്തിൽ പോലും സാമൂഹികമായ പ്രതിബദ്ധത ഒഴിവാക്കാൻ പാടില്ല എന്ന വളരെ വലിയൊരു തത്വമാണ് ആ ഹദീസുകൾ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. നിസ്കാരമാണ് മനുഷ്യൻ അള്ളാഹിനോട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും വലിയ ഇബാദത്ത്. അതിൽ പോലും തന്റെ പുറകിൽ നിൽക്കുന്ന ജനങ്ങൾ, സാധാരണക്കാർ, അവരുടെ അവസ്ഥയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഗണിക്കണം. സാമൂഹ്യ അവസ്ഥ പരിഗണിക്കാത്ത ഒരു ആരാധനയും പരിഗണനീയമല്ല. അതിൽ ഏറ്റവും വലുതാണ് ജമാഅത്തായിക്കൊണ്ടുള്ള ഫർദ് നിസ്കാരങ്ങൾ. അതിൽ പോലും അത് പരിഗണിച്ചേ പറ്റൂ എന്ന് മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി 704, ഇമാം മുസ്ലിം 182, 466, 1133 നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലൂന ലക്കും, ഇമാമിങ്ങൾ സാധാരണക്കാരായ നിങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ കിട്ടുന്നതിന്റെ 27 ദർജ കൂലിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇമാമ് നിസ്കരിക്കുന്നത് മഅ്മൂമിങ്ങൾ കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നസാബു, അവർ നല്ല സ്വഭാബാണ്, വേണ്ടതുപോലെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഫലക്കും, നിങ്ങൾക്കും കിട്ടുക കൂലി. വൈനഖ്തവു, അതല്ല അവർക്ക് അങ്ങനെയല്ല, വല്ല അബദ്ധവും പറഞ്ഞേക്ക് പറ്റിപ്പോയാൽ ഫലക്കും, നിങ്ങൾക്ക് എന്നാലും കുഴപ്പമൊന്നുമില്ല, ജമാഅത്തിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടും, നിങ്ങളെ കാരണം കൊണ്ടല്ലല്ലോ. വലൈഹിം, അത് അവരുടെ ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞാൽ മഅ്മൂമിങ്ങളുടെ നിസ്കാരത്തിന്റെ കൂടി ലമാന് ഇമാമിനുണ്ട്, അവരത് അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിസ്കരിക്കാൻ എന്നാണ്. റവാഹുൽ ബുഖാരി, ഇതും തന്നെ ഹദീസ് ഇമാം ബുഖാരിയുടെ ഹദീസാണ്. ഹദീസ് നമ്പർ 694. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. വഹാദൽ ബാബു ഖാലിൻ അനിൽ ഫസ്ലി സാനി. ഈ ബാബ് രണ്ടാം ഫസ്ലില്ല മസാബിഹിലെ. അതിന് പറ്റുന്ന ഹദീസ് കിട്ടിയിട്ടുണ്ടാവില്ല. ഹിസാൻ എന്ന് മൂപ്പര് പറഞ്ഞ ഗുണത്തെ ഹദീസുവാണല്ലോ, അത് ഈ ബാബുമായിട്ട് മുനാസബത്തുള്ളത് മുസന്നിഫ് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് രണ്ടാം ബാബില്ല. മൂന്നാമത്തെ പിന്നെ ഖത്തീബിന്റെ വകയല്ലേ, അതുണ്ട്. അൽ ഫസ്ലു സാലിസ്, ഹദീസ് നമ്പർ 1134. അൻ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു തആല അൻഹു, ത്വായിഫുകാരനാ ഉസ്മാൻ ഇബ്നു അബിൽ ആസ്, സഖീഫ് ഗോത്രക്കാരനാണ്. അവർക്ക് ഇമാമായി നിശ്ചയിച്ച വ്യക്തിയാണ്. സഖീഫുകാരൊക്കെ പാടെ മക്കം വത്ത് കഴിഞ്ഞ് ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് അതുപോലെ ത്വായിഫ് ഉപരോധം കഴിഞ്ഞ് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടി ഹിദായത്തിന് ദുആ ചെയ്തുകൊണ്ട് തിരിച്ചു പോയി.
അങ്ങനെ അവര് കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വീണ്ടും വിചാരം വന്നു. അങ്ങനെ അവരിൽ ഒരു ഭാഗം പ്രതിനിധി സംഘം മദീനത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് കണ്ട് സംസാരിച്ചു. ചില ഉപാധികളും ഷർത്തുകളും ഒക്കെ അവർ പറഞ്ഞു. അതിൽ അംഗീകരിക്കാൻ പറ്റുന്ന ആദ്യം അംഗീകരിച്ചു കൊടുത്തു, അല്ലാത്തതൊക്കെ പറ്റാത്തത് കൊണ്ട് അതിന് വിശദീകരണം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ മുസ്ലിമായി കുറച്ചു ദിവസം അവിടെ താമസിച്ചു. കൂട്ടത്തിൽ ഖുർആനിൽ കൂടുതൽ താല്പര്യമെടുത്ത, അങ്ങനെയാണല്ലോ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിശ്ചയിക്കുക, ആളാണ് ചെറുപ്പക്കാരനാണെങ്കിലും ഉസ്മാൻ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ മഹാനവറുകളെയാണ് അവിടത്തെ ഇമാമായി നിയമിക്കുന്നത്. ആ കൂട്ടത്തിൽ പറയാൻ കാല ഉസ്മാൻ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആഖിറു മാ അഹിദ ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഹദീസാ, അതിന്റെ ഒരു ഭാഗ്യമേ പറയുന്നുള്ളൂ. ഇമാമായി നിശ്ചയിക്കുന്നതിന് മുമ്പും നിശ്ചയിച്ചതിന് ശേഷമൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു. കൂട്ടത്തിൽ അവസാനമായി എന്നോട് അവിടെ നിന്ന് കരാർ ചെയ്തത്, ഇതാ അമ്മംതൻ ഖൗമൻ, നിങ്ങൾ നിങ്ങളെ നാട്ടുകാർക്ക് എന്ന് മാത്രമല്ല ഏത് ജനങ്ങൾക്ക് ഇമാമ് നിൽക്കുകയാണെങ്കിലും ഫഅഖിഫ ബിഹിമുസ്സലാഹ്, അവർക്ക് വേണ്ടി നിങ്ങൾ ഇമാമായി നിസ്കരിക്കുന്ന ആ നിസ്കാരത്തെ ലഘുവാക്കണം. മുത്തവസ്സിത്തായിട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല ആവേശം ഉന്മേഷം ഉണ്ടാവും ഇമാമിന്, അതിനനുസരിച്ച് കണ്ടമാനം ദീർഘിപ്പിക്കരുത് എന്ന്. റവാഹു മുസ്ലിമുൻ, ഇമാം മുസ്ലിം 186 468 നമ്പറായിട്ട് ചെയ്ത ഹദീസാണത്. ഇനി അതേ ഹദീസിന്റെ തന്നെ മറ്റൊരു റിവായത്ത്, ഫീ റിവായത്ത്, അതിൽ കുറച്ചുകൂടി ഉണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു, ഇങ്ങനെ ത്വായിഫുകാരുടെ വഫദ് വന്ന് അവരുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചു തീർന്നതിന് ശേഷം കൂട്ടത്തിൽ ഖുർആൻ കൂടുതൽ അറിവുള്ള ഉസ്മാൻ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയാം, ഉമ്മ ഖൗമക, നിങ്ങളുടെ കൗമാവുന്ന സഖീഫുകാർക്ക് ത്വായിഫിൽ നിങ്ങൾ ഇമാമ് നിൽക്കണം. കാല, അപ്പം ഉസ്മാൻ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മുത്തുനബിയായിട്ടുള്ളവരെ, ഇന്നി അജിദു ഫീ നഫ്സി ഷൈആ, ഇമാമായി നിൽക്കാൻ എനിക്ക് എന്തോ ഒരു പേടിയാണ്. സാധിക്കൂലേ, ബേജാറാ, അങ്ങനെ ഒരു പരിഭ്രമം, അങ്ങനെ ഉണ്ടാവില്ല. പരിചയമില്ലാതെ ഒരാൾ മുന്നിൽ കയറിക്കുക, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിൽ നിൽക്കുകയൊക്കെ ചെയ്യും, പേടിയും പറയലും, അങ്ങനെ മനസ്സിനൊരു കരുത്തുറവ്, അങ്ങനെ ഒരു പ്രയാസമുണ്ട്. അപ്പൊ നബി തങ്ങളുടെ ആത്മീയ ചികിത്സ ചെയ്യാം. കാല, അപ്പൊ തങ്ങൾ പറഞ്ഞു, ഊതുനു സക്തന്റെ ഊതുനു, അടുത്തു വാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത് ചെന്നപ്പം ഫഅജ്ലസനി ബൈന യദൈഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ എന്നെ ഇരുത്തിയിട്ട് എന്തായിന്ന്, സുമ്മ വളഅ കഫഹു, അവിടത്തെ ഷറഫാക്കപ്പെട്ട ആ തിരു കൈ വെച്ചു, ഫീ സ്വദിരി, എന്റെ നെഞ്ഞിൽ വെച്ചു. എവിടെ? ബൈന സദിയയ്യ, രണ്ട് മുലകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ നേരെ മാറത്ത് കൈവച്ചു. സുമ്മക്കാല, ആ കൈവച്ച് ബർക്കത്തിനാണ്. ആ കൈ വെച്ചതിന് ശേഷം തങ്ങൾ പറഞ്ഞു, തഹവൽ, തിരിഞ്ഞിരിക്കുന്നു പറഞ്ഞു. തിരിഞ്ഞിരുന്നപ്പോ ഫവളഅഹ, ആ ഷറഫാക്കപ്പെട്ട കൈപ്പത്തി വെച്ചു, ഫീ ലഹിരി, എന്റെ പുറത്ത്. എവിടെ? ബൈന കത്തിഫയ്യ, അവിടെ തന്നെ രണ്ട് കൈച്ചട്ടന്റെ ഇടയിലായിട്ട്. ഇപ്പൊ എന്തായി? മനസ്സ് വിശാലമായി, പേടിയും പരിഭ്രമവും പോയി, നല്ല തുമൈനീനത്തുൽ ഖൽബ് കിട്ടി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിൽപ്പെട്ട ഒന്നാണ്. അത് ഔലിയാക്കന്മാർക്ക് ചിലപ്പോൾ കറാമത്തായിട്ടും വരും. സുമ്മക്കാല, ഇപ്പം നേരത്തെ പേടിയാന്നല്ല പറഞ്ഞ് അതിന് ആത്മീയ ചികിത്സ കൊടുത്തതിന് ശേഷം പറയാ, ഉമ്മ ഖൗമക, ഇനി നിങ്ങൾ വേണം നിങ്ങളുടെ ഖൗമിന് ത്വായിഫിൽ പോയാൽ ഇമാമ് നിൽക്കാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാം ഉപദേശം, ഫമന്നന്മ ഖൗമൻ, ഏതൊരുത്തൻ ഒരു ഖൗമിന് ഇമാമായി നിസ്കരിക്കുന്നുണ്ടോ എങ്കിൽ ഫൽയുഖഫിഫ്, അവൻ ആ നിസ്കാരത്തെ തഖ്ഫീഫ് ചെയ്തു കൊള്ളട്ടെ. ഫഇന്ന ഫീഹിം, എന്തുകൊണ്ട്? ജനങ്ങളിൽ ഖൗമിലുണ്ടായിരിക്കും അൽ കബീറ, വയസ്സായ ആൾക്കാരുണ്ടാവും, അവർക്ക് ഇങ്ങനെ നീട്ടി നിസ്കരിക്കാൻ ആരോഗ്യം അനുവദിക്കൂല.
വൈന്ന ഫീഹിം അൽ മരീറ, ചെറിയ തരം രോഗങ്ങൾ ബാധിച്ചവര്, ജമാഅത്ത് നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്നുള്ള ജമാഅത്ത് കൂടിയതാണ്. അധികം നീട്ടി നിസ്കരിച്ചാൽ അവർക്ക് പ്രയാസം ഉണ്ടാവും. വൈന്ന ഫീഹിം അൽ ഹാജത്തി, അവരുടെ കൂട്ടത്തില് അത്യാവശ്യമായിട്ടോടെ പോകേണ്ടത്, സാധനം വാങ്ങേണ്ടത്, വിൽക്കേണ്ടത്, ആളെ കാണേണ്ടത്, പല പ്രശ്നമുണ്ടാവും. ഓരോ ആവശ്യങ്ങൾ ഉള്ളവരുണ്ടാവും. അതുകൊണ്ട് ഫൈദാ സല്ല അഹദുക്കും വഹദഹു, ഒറ്റക്ക് നിസ്കരിക്കേണ്ട സാഹചര്യം വന്നാൽ ഫർദ് തന്നെയാണെങ്കിലും കണക്കാണ്, ഇനി സുന്നത്താണെങ്കിലും കണക്കാണ്. ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഫല്യുസല്ലി കൈഫശ, എങ്ങനെ വേണമെങ്കിലും നിസ്കരിച്ചോട്ടെ. ഒരു റക്അത്ത് തന്നെ ഖുർആൻ 30 ജുസ് ഉള്ള ഒരാളെ ഖുർആൻ 30 ജുസും ഓതാൻ കഴിയും. ഓതിക്കോളി, കേടില്ല. നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുമല്ലോ, കേടില്ല. അല്ലാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അപ്പൊ ഒരു ആളൊരു ഇഷ്കാല്, അപ്പൊ ഇത് വെച്ച് ബന്ധമില്ല. സ്വന്തം BM-ൽ ചോദിച്ചേക്കുക, കൂടാതെ കഴിയാത്ത മതി BM-ൽ, അല്ലാത്ത ആവശ്യമുള്ള പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ തന്നെ ചോദിക്കാലോ. ചില സഭകളിലൊക്കെ കൂടിയാൽ ചില ഉസ്താദന്മാര് വല്ലാതെ ദ്വാരക്കാത്രേ. എന്ന് പറഞ്ഞാൽ ആദ്യം അന്തും സ്വലാത്തൊന്നും ചെല്ലാതെ ഒരു മലയാള ദ്വാ, പിന്നെ അന്തും സ്വലാത്തും ഒക്കെ ചെല്ലിയിട്ട് ഒരു അറബി ദ്വാ, പിന്നെ അതിന്റെ ഇടയ്ക്ക് രണ്ടാമത് വീണ്ടും ഒരു മലയാള ദ്വാ. അപ്പൊ കൂട്ടത്തിൽ പലരും ഉറങ്ങുന്നവരും തൂങ്ങുന്നവരും അസ്വസ്ഥരാകുന്നവരും ഒക്കെ ഉണ്ടാവും. അവിടെ എവിടെയും ഖൈറുൽ ഉമൂരി ഔസാത്തുഹ എന്ന. പക്ഷെ നിസ്കാരം പോലെയല്ല അത് മനസ്സിലാക്കണം. നിസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന ഈ ഫർദ് നിസ്കാരങ്ങൾ എല്ലാവർക്കും ഫർദായിനാണ്. അത് രോഗികളായാലും ക്ഷീണിതരായാലും ആവശ്യമുള്ളവരായാലും വയസ്സായവരായാലും ഒക്കെ നിസ്കരിക്കണമല്ലോ. ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമല്ലേ. അവിടെ ഇമാം അത് നിർബന്ധമായും പരിഗണിച്ചേ പറ്റൂ. നിസ്കരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നീട്ടൽ മാത്രമല്ല. എന്താ, ഇന്ന് പല പള്ളികളിലും നടക്കുന്ന ഒരു വലിയ അന്യായമാണ്. ഞാൻ പണ്ടൊരിക്കൽ ഉണർത്തിയിട്ടുണ്ടത്, ഇതിലാണോ അല്ല അദ്കാറിലാണോ എന്ന് അറിഞ്ഞില്ല, ഏതായാലും ഉണർത്തിയിട്ടുണ്ട്. എന്തായിരുന്നു, പള്ളികളിൽ, പ്രത്യേകിച്ച് ടൗൺ പോലെയുള്ള പള്ളികളിൽ ധാരാളം ആളുകൾ നിസ്കരിക്കാനുണ്ടാവും. എന്നിട്ടുണ്ട് അവിടെ ഉണ്ട് ഇമാമ് ദിക്റും ദ്വാവും സ്പീക്കറിൽ അങ്ങോട്ട് ഫുൾ ശബ്ദത്തിൽ ഇട്ടിട്ടിങ്ങനെ കത്തിക്കണ്. മൂപ്പര ദ്വാന്റെ കഴിവ് മുഴുവൻ പ്രകടിപ്പിക്കൽ അവിടേക്കാരം. ധാരാളം മസ്ബൂഖിങ്ങളുണ്ടാവും, അങ്ങാടിയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും. ഇയാളെ ശബ്ദശല്യം കൊണ്ട് അവരെ നിസ്കാരം ആകെ തശ്വീഷാകാം. അത് നസ് ഹറാമാണ്. യാതൊരു സംശയമില്ല, അതിൽ ശെക്കിന് എത്തിമാലയില്ല. അങ്ങനെ മസ്ബൂഖിങ്ങളും അല്ലാതെ പുതിയതായിട്ട് വന്ന് അവിടെ നിസ്കരിക്കുന്ന മുസല്ലികളും അവർക്ക് തശ്വീഷ് വരുന്ന നിലക്ക് ശബ്ദകോലാഹലമുണ്ടാക്കിക്കൊണ്ട് സ്പീക്കറിലുള്ള ഈ ദുആ ഹറാമാണെന്ന് പറയാൻ ഒരു മുഅ്മിനായ മനുഷ്യന് പേടിക്കേണ്ടതില്ല. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, പല ഇമാമുമാരും അതൊരു അവസരമായി ഉപയോഗിച്ച് അവരുടെ ദുആന്റെ കഴിവ് അവിടെയാണ് പ്രകടിപ്പിക്കുന്നത്. ചെയ്യാൻ പാടില്ല. അത് നിസ്കരിക്കാനാണ് പള്ളി അസ്ല്, ബാക്കിയുള്ളതൊക്കെ അതിന്റെ ത്വബാനും. അസ്ലിന് കേടുവരാതെ ആയിരിക്കണം ബാക്കിയൊക്കെ. അതുകൊണ്ട് ദിക്ർ ചെല്ലണ്ടാന്നോ കൂട്ടായിട്ട് ദുആ ചെയ്യണ്ടാന്നോ ഒന്നുമല്ല പറയുന്നത്, അതൊക്കെ വേണം. എന്താപ്പാ സ്പീക്കർ ഒന്നാണ്ട് ഒഴിവാക്കി വെച്ചാൽ അതിന്റെ ഉള്ളിലുള്ളവർക്ക് കേൾക്കാനുള്ള ദുആല്ലേ? ഇനി അല്ല, വലിയ വള്ളിയാണ്, തോനെ ആളുണ്ട്, കേൾക്കൂല, എന്നാൽ എന്താക്കിയാളി ആ മൈക്ക് വായിന്റെ അടുത്ത് നിന്ന് കുറച്ചൊന്ന് വിട്ടു വെച്ചാൽ മതി, എന്നാ ശബ്ദമൊന്നും കുറയില്ലേ. അതാ ശ്രദ്ധിക്കണേ. അതേ സമയത്ത് ദിക്ർ മജ്ലിസ് ദിക്ർ ദുആ മജ്ലിസ് അതിനായിട്ട് സംഘടിപ്പിക്കപ്പെട്ട മജ്ലിസാണ്. അവിടെ നീട്ടി ദ്വാരക്കണ ഒരു കുഴപ്പമില്ല. താല്പര്യമില്ലാത്തവർ പോയാൽ മതി, അല്ലെങ്കിൽ അസൗകര്യമുള്ളവർ പോയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അതിനായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ട മജ്ലിസാ. അതിന്റെ ആവശ്യമുള്ളവരെ എവിടെ വരുള്ളൂ. അവിടെ പറ്റേ ചുരുക്കാനോ മുത്തവസ്സിത്തായിട്ട് പറയാനോ അല്ല വേണ്ടത്. അവിടെ കുറച്ച് ഇത്നാബ് തന്നെ ചെയ്യണം. കാരണം അതിനായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ട മജ്ലിസല്ലേ, അതിന് സൗകര്യമുള്ള ആളുകളല്ലേ അവിടെ കൂടുക. തന്നെയല്ല അവിടെ ആരെങ്കിലും ഇടയ്ക്ക് എഴുന്നേറ്റ് പോവുകയോ കൂടാതിരിക്കുകയോ ചെയ്താൽ ഒരു കുഴപ്പമില്ല. താനും താല്പര്യമുള്ളവർ കൂടിയാൽ മതി. അവിടെ നീട്ടണതിന് കുഴപ്പമൊന്നുമില്ല.
നിസ്കാരത്തിന് ശേഷമുള്ള ദുആ മുത്തവസ്സിത്തായിരിക്കണം. കാരണം ഇമാമ് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് മൗമൂമിങ്ങൾ എഴുന്നേറ്റ് പോയാൽ കറാത്താണെന്ന് അറിഞ്ഞാണ് കുടുങ്ങിയിട്ട് ആളുകൾ ഇരിക്കുക. എന്നിട്ട് കണ്ടമാനം നീട്ട് അത് ചെയ്യാൻ പാടില്ല. പക്ഷെ അധികം ഇമാമിങ്ങളും ചെയ്യുന്നില്ല. അതിലൊക്കെയേറെ വലിയ ഉണർത്തേണ്ട വിഷയം ഈ സ്പീക്കർ ദുആണ്. സ്പീക്കർ സൂക്ഷ്മാലുക്കളായ പല ഉലമാക്കന്മാരും ഇബാദത്തിൽ ഉപയോഗിക്കാൻ തന്നെ പാടില്ല എന്ന് പറഞ്ഞവരുണ്ടല്ലോ. വലിയ വലിയ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അവരത് സൂക്ഷ്മതന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാ. മുമ്പില്ലാത്തൊരു ആചാരമാവുമ്പോൾ അത് ഒഴിവാക്കലാണ് നല്ലത്. എന്നാൽ ഹാജത്തുള്ളവർക്ക് ഉപയോഗിച്ചോട്ടെ. ആ ഉപയോഗിക്കുമ്പോൾ തന്നെ എന്ത് വേണം? മറ്റുള്ളവർക്ക് അതുകൊണ്ട് അവരുടെ നിസ്കാരത്തിന് മുതിർ ആവരുത് എന്നത് ശർത്താ. കൂട്ടത്തിൽ ഉണർത്തിയെന്നുള്ളൂ. അതും നേരത്തെ പറഞ്ഞ മുസ്ലിമിന്റെ വിവാഹത്തിൽ പെട്ട മറ്റൊരു വിവാഹത്താണ്. ഒറ്റ ഹദീസ് കൂടിയുള്ളൂ. 1135 عن ابن عمر رضي الله تعالى عنهما أنه قال كان رسول الله صلى الله عليه وسلم മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യഉമുറു ബിത്തഖ്ഫീഫി ഇമാമായി നിസ്കരിക്കുമ്പോൾ ലഘുവാക്കണം നിസ്കാരം എന്ന് ആജ്ഞാപിക്കാറുണ്ട്. എന്നാൽ വയഉമ്മുന ചില സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഇമാം നിസ്കരിക്കും. എന്നിട്ട് എന്താ ഓതുക? ബിസ്സാഫാത്ത് വസ്സാഫാത്ത് സൂറത്ത് യാസീന്റെ തൊട്ട് ശേഷമുള്ള വസ്സാഫാത്ത് സൂറത്ത് കോതും. അപ്പൊ അത്ര അതായത് മൗമൂമിങ്ങളുടെ കൂട്ടത്തിൽ നീട്ടി നിസ്കരിക്കുന്നതുകൊണ്ട് വിഷമമില്ലാത്തവർ മാത്രമാണ് എന്നുറപ്പ് ഇമാമിനുണ്ടെങ്കിൽ അവിടെ ദീർഘിപ്പിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില ഹാലത്തിൽ തന്നെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകൾ എത്ര നീട്ടുന്നതും അവർക്ക് താല്പര്യമാണെന്നും അവർക്ക് പ്രയാസങ്ങളില്ല പ്രതിബന്ധങ്ങളില്ല എന്ന് മനസ്സിലാവുകയും ചെയ്താൽ അവിടെ നീട്ടാം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അങ്ങനെ വലിയ സൂറത്ത് ഓതുന്നത്. അത് സഹാബാക്കളിലും ഖുലഫാഉർ റാഷിദീങ്ങളിൽ പലരും ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു യൂസുഫ് സൂറത്തായിരുന്നു സുബൈക്ക് ഓതിയിരുന്നത് പലപ്പോഴും. എന്താ അവരുടെ മഅ്മൂമീങ്ങൾ അങ്ങനെ മഅ്സൂരീങ്ങളാവുകയും അവർക്കത് ദീർഘിപ്പിക്കുന്നത് തൃപ്തിയാണെന്ന് അറിയുകയും ചെയ്താൽ ദീർഘിപ്പിക്കാം, കുഴപ്പമില്ല. അല്ലാത്ത പൊതുജമാഅത്തുകളിൽ എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള പ്രയാസമുള്ളവരൊക്കെ ഉണ്ടാവും, അവരെ പരിഗണിക്കണം എന്ന് പറഞ്ഞു. അത് റവാഹു നസായി. ഈ ഹദീസ് ഇമാം നസായി തന്റെ സുനനിൽ 826 നമ്പറായിട്ട് റിവായത്ത് ചെയ്തായിരുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.